സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുക. 244 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണലിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 8:30യോടെ ആദ്യഫല സൂചനകൾ പുറത്തുവരും. 73.69% പോളിംഗ് ആണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജേഷ് ശ്രീനിവാസനാണ്. രാജേഷ്, എന്തായാലും നാളെ ഇതേ സമയം നാളെ എന്തായാലും വലിയൊരു തിരക്കാണ് എല്ലാ മാധ്യമങ്ങളിൽ അടക്കമുള്ളത്. സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ആവേശത്തിലാണ്. നാളെ ഈ സമയത്ത് എന്തായാലും വലിയൊരു പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പായിരിക്കും. നാളെ എന്തായാലും 8 മണിയോടെ ഏകദേശം വോട്ടെണ്ണൽ ആരംഭിക്കും. തദ്ദേശം ആര് വാഴും എന്നൊരു ചോദ്യമാണ്. ഏത് മുന്നണിക്ക് എത്ര സീറ്റ്, എവിടെല്ലാം ഏത് മുന്നണികൾ സീറ്റ് വിഭജനം ഉണ്ടായിരിക്കുന്നു എന്നൊരു കാര്യങ്ങളെല്ലാം നാളെ ചിത്രം എന്തായാലും തദ്ദേശത്തിന്റെ ഒരു കേരള ചിത്രം തെളിഞ്ഞു വരും അല്ലേ രാജേഷ്? നാളെ രേണുക, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ആര് വീഴും ആര് വാഴും എന്ന് കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. ഏകദേശം 941 പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിയോടെ ആരംഭിക്കും. ഇതിനായി സംസ്ഥാനത്തുടനീളം 244 കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ഈ മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനകീയ വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളെല്ലാം തങ്ങൾക്ക് വോട്ടാകുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയായാലും വലതായാലും BJP അടക്കമുള്ള മുന്നണികൾ പ്രതീക്ഷ വെക്കുന്ന ഒരു കാര്യം. 8 മണിയോടെ ആയിരിക്കും ഇതിൻ്റെ വോട്ടെണ്ണൽ അറിയുക. ആദ്യ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള ഫലമായിരിക്കും ആദ്യം പുറത്തു വരിക. 2 മണിയോടെ പൂർണ്ണ ചിത്രം വ്യക്തമാകും എന്നതാണ്. വിവാദ വിഷയങ്ങളും ജനകീയ വിഷയങ്ങളും ഒരുപോലെ ചർച്ചയായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം പ്രചരണത്തിൽ പ്രധാന വിഷയമായത് ഈ ജനകീയ വിഷയങ്ങളും വിവാദ വിഷയങ്ങളുമായിരുന്നു. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസത്തോട് കൂടിയാണ് ഈ ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളിലായിരിക്കും വോട്ടെണ്ണുക. തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ഫലം പുറത്തുവരും. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആ ഫലം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാകും എന്നതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം അവസാനിക്കുമ്പോൾ മികച്ച പോളിംഗോട് കൂടിയാണ് പൂർത്തിയായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം മലബാറിലെ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ എല്ലാ ജില്ലയിലും 70% പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മലപ്പുറം ജില്ലയിലാണ്. 81.7% മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം. തൊട്ട് പിന്നാലെ കോഴിക്കോട് ജില്ലയാണ് തൊട്ട് പിന്നാലെയുള്ളത്. 79.16% ഈ ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും 70%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. 75.85% പോളിംഗ് ആണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2 ഘട്ടങ്ങളിലായുള്ള ആകെ പോളിംഗ് ശതമാനം ഇപ്പോൾ 73.56 എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാലും വിവാദ വിഷയങ്ങളും ജനകീയ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും LDF ആയാലും മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷനുകൾ എന്നിവയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ രാവിലെ 8 മണിയോടെ പുറത്തുവരും. ആദ്യം ഗ്രാമപഞ്ചായത്ത്, തുടർന്ന് ജില്ലാ പഞ്ചായത്ത്, തുടർന്ന് നഗരസഭ എന്നിവയിലേക്കുള്ള ഫലമായിരിക്കും ആദ്യം പുറത്തു വരിക. ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർണ്ണ ചിത്രം വ്യക്തമാകും എന്നതാണ്. ഇതൊരു സെമി ഫൈനലായിട്ടാണ് 3 മുന്നണികളും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇതിലെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകളായിരിക്കും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധം അല്ലെങ്കിൽ വിഷയമാക്കാൻ പോകുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കരുത്തു കാട്ടാൻ BJPക്ക് ഇത്തവണ സാധിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ BJP ക്യാമ്പുകൾ നൽകുന്ന ഒരു ആത്മവിശ്വാസം. അതേസമയം തന്നെ 2020 സംബന്ധിച്ചിടത്തോളം
ഒരു പോളിംഗ് ശതമാനം കുറവാണ് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തൃശ്ശൂരിലെ പലയിടങ്ങളിലും തീരദേശ മേഖലയിലടക്കം കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ ഒരു പുറത്തു വരുന്ന വിവരം. 75.85% പോളിംഗ് രേഖപ്പെടുത്തിയത്. 100-ലധികം ബൂത്തുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ യന്ത്ര തകരാറുകൾ സംഭവിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ സംഘർഷം അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇരട്ട വോട്ട് ചെയ്യാനെത്തിയ ആളെ തൃശ്ശൂരിൽ പിടികൂടിയൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ യന്ത്ര തകരാർ പരിഹരിച്ച് പൂർണ്ണമായും അല്ലെങ്കിൽ ബൂത്തിലെത്തിയ എല്ലാവർക്കും ഒരു വോട്ടവകാശം അല്ല സമ്മതിവായ അവകാശം രേഖപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത. എന്നാലും 75.85 പോളിംഗ് ശതമാനമാണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ മൊത്തം പോളിംഗ് ശതമാനം 73.86 എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ആര് വീഴും ആര് വാഴും എന്ന് കാത്തിരിക്കാൻ നാളെ രാവിലെ 8 മണിയോടെയായിരിക്കും ഇതിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുക. ഒരു ഉച്ചയോടെ ആദ്യ ബലം പ്രഖ്യാപനം പുറത്തുവരും. അതിനുശേഷമായിരിക്കും ജനകീയ വിഷയങ്ങളും മറ്റു തദ്ദേശീയ വിഷയങ്ങളും ആർക്ക് അനുകൂലമായി എന്നതിലേക്ക് കടക്കുക എന്നതാണ്. എന്നാലും 3 മുന്നണികളെയും ഒരു വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത്. അത് BJP ആയാലും 2020 പോലെ തന്നെ പാലക്കാട് നിയമസഭയും പന്തള നഗരസഭയും പിടികൂടാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഒരു സാഹചര്യം തങ്ങൾക്കുണ്ട് എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. LDF ക്യാമ്പും കോൺഗ്രസ് ക്യാമ്പും മറ്റൊരു ആത്മവിശ്വാസത്തിലൂടെയാണ് സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വോട്ടായി തങ്ങൾക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഒരു അനുകൂല സാഹചര്യമാകും. നിലവിലെ പദ്ധതികളെല്ലാം ക്ഷേമ പെൻഷൻ അടക്കം കൂട്ടിയത് തങ്ങൾക്ക് വോട്ടായി മാറുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. എന്നാലും സെമി ഫൈനലിൽ ആര് വീഴും ആര് വാഴും എന്ന് കാത്തിരിക്കാൻ നാളെ 8 മണിയോടെ ആയിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 2 മണിയോടെ ഇതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു ചിത്രം വ്യക്തമാകും. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് രാജേഷ് ശ്രീനിവാസനാണ്.